ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം, അല്ലെങ്കിൽ ഒരു ദിനരാത്രം മാത്രം. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഇവിടെ എന്തൊക്കെയായിരുന്നു പുകിൽ. ഇവിടെ അങ്ങ് ഹാലിളക്കുകയായിരുന്നു, കാടടച്ച് വെടിവെക്കുകയായിരുന്നു. പിണറായി സർക്കാർ അയ്യപ്പനെ അങ്ങ് ഹൈജാക്ക് ചെയ്യുന്നുവെന്ന്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? സുപ്രീം കോടതി വരെ ആ ഹർജികളൊക്കെ മാറ്റിവെച്ചു. എന്താണ് ഒരു ദിവസം ഒരു സമ്മേളനം നടക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. പിന്നെ സംഗമം നടത്താനുള്ള ഹൈക്കോടതിയുടെ അനുമതിയെ സുപ്രീം കോടതി യാതൊന്നും ചെയ്താൽ അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ചുരുക്കത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കും. പ്രതിപക്ഷം അങ്ങോട്ട് തള്ളി ഉന്തി എന്തൊക്കെ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചത്, ഒരു വിവാദവും ഉണ്ടാകില്ല, കൃത്യമായി നടക്കും. ആദ്യം രജിസ്റ്റർ ചെയ്ത 3000 പേർക്കാണ് പ്രവേശനം ലഭിക്കുക. എന്തൊക്കെയാണ് അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യങ്ങൾ? എവിടെയും നല്ലതും ചീത്തയും ഉണ്ടെങ്കിൽ ചീത്ത മാത്രം തിരഞ്ഞെടുത്തിട്ട് സർക്കാരിനെതിരെ വലിച്ചെറിയാനൊരു ആയുധമാക്കി കാണുന്ന പ്രതിപക്ഷം ഇതിലെ നന്മകൾ എന്തുകൊണ്ട് കാണുന്നില്ല? എന്തൊക്കെയാണ് നന്മകൾ? പദ്ധതികൾ, ശബരിമല വികസനത്തിന് വേണ്ടി സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ആസൂത്രണം ചെയ്തിരുന്ന പദ്ധതികളെക്കുറിച്ച് ഭക്തരുമായി ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ ലോകമെങ്ങുമുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. അവിടങ്ങളിലുള്ള എല്ലാ ഭക്തന്മാർക്കും ഇതിൻ്റെ വിശദാംശങ്ങൾ അവരുമായി ചർച്ച ചെയ്യുന്നു. ഇന്ത്യയിൽ ഒരൊറ്റ തീർത്ഥാടന കേന്ദ്രത്തിലും ഒരൊറ്റ സ്ഥലത്തും നാളിതുവരെ ഇങ്ങനെ ഭക്തന്മാരെ വിളിച്ചിരുത്തി അവരുമായി ഡിസ്കസ് ചെയ്ത ശേഷം, അവരുമായി കൂടിയാലോചിച്ച ശേഷം വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ചരിത്രമുണ്ടോ എന്ന് പ്രതിപക്ഷം ഒന്ന് പറയണം. പ്രതിപക്ഷം ആലോചിച്ച് നോക്കി. എവിടെയെങ്കിലും തിരുപ്പതിയിലുണ്ടോ? എന്തിന് മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിലുണ്ടോ? കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ക്ഷേത്ര ഭരണസമിതി ഉണ്ടാകും, ഭരണസമിതി കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഉത്സവം പോലും അങ്ങനെയാണ്. ഇതങ്ങനെയല്ല. ആഗോളതലത്തിൽ അയ്യപ്പൻ്റെ പ്രശസ്തി, അയ്യപ്പന് ധാരാളം ഡിവോട്ടീസ് ഉണ്ട്, ആരാധകരുണ്ട്, ഭക്തന്മാരുണ്ട്, തീർത്ഥയാത്രയ്ക്ക് തയ്യാറായ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ ലോകമാകമാനം, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതിലുപരി ലോകരാജ്യങ്ങളിൽ നിന്ന് തന്നെ അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തന്മാരെ എത്തിക്കുവാനുള്ള സുഗമമായ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഈ സംഗമം. ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. ഇവരുമായി ഇതൊക്കെ പങ്കുവയ്ക്കുക. പിന്നെ നിക്ഷേപ സമാഹരണം. സർക്കാർ 2017 കാലഘട്ടം മുതൽ ഏകദേശം 220 കോടിയിലധികം, 221 കോടി എന്ന് വെച്ചോ, പിന്നെ അത്രയും രൂപ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ 778 കോടി രൂപയാണ് അടുത്ത പദ്ധതിക്ക് അതായത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് 778 കോടി രൂപയുടെ പദ്ധതിയാണ്. അപ്പോൾ ഇതിനൊക്കെ നിക്ഷേപം ലഭിക്കുകയാണെങ്കിൽ ഡിവോട്ടീസ്, ഭക്തന്മാർ മാത്രമല്ല മറ്റ് സംഘടനകൾ, അവരൊക്കെ ഈ അയ്യപ്പ സന്നിധിയിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള വികസനങ്ങൾ ഞങ്ങൾ നടത്തിത്തരാം എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരികയാണെങ്കിലോ അത് നമുക്കല്ലേ നന്മ. സർക്കാർ ഖജനാവിൽ നിന്ന് പൈസ പോകാതെ സ്പോൺസർഷിപ്പിലൂടെ അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതല്ലേ വലിയ നേട്ടം. അങ്ങനെയുള്ള സാധ്യതകൾ അന്വേഷിക്കുക. അത് അയ്യപ്പ സംഗമത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നത് എങ്ങനെ? വനത്തിന് കോട്ടം തട്ടാതെ വികസനം നടപ്പിലാക്കുന്നത് എങ്ങനെ? പമ്പയുടെ വികസനം എങ്ങനെ? അങ്ങനെ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്.